എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ അരിമോദകം കയ്യിലോട്ട് എടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് ഞെരടിയിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ ഉരുക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് ഇതിനെ ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചപ്പാത്തിക്ക് ആട്ട കുഴച്ചെടുക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഒത്തിരി അങ്ങ് ലൂസായി പോകേണ്ട ആവശ്യമില്ല, കുറച്ച് ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുത്തോളൂ കേട്ടോ. എന്നിട്ടൊരു 15 മിനിറ്റ് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1/2 കപ്പ് വെള്ളയാവൽ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളയാവലിന് പകരം നിങ്ങൾക്ക് ചുവന്ന അവൽ എടുക്കാവുന്നതാണ്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് ഇതിനെ കുതിരാനായിട്ട് വെക്കുക. 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഇത് വലിച്ചെടുത്ത് ഒന്ന് വീർത്ത് വരും. ഈ സമയമാകുമ്പോൾ വെള്ളം മൊത്തം ഊറ്റി കളയുക. എന്നിട്ട് ഇതിനൊരു 10 മിനിറ്റ് ഇതിനെങ്ങനെ അടച്ച് വെക്കുക. പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ജീരകം ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഒരു വലിയ സവാള, ഒരു എരിവുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അതും കൂടി പാനിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും അതുപോലെ കുറച്ച് കോണും ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അത് ഈ സവാളയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. തക്കാളിയും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നല്ലതായിട്ടൊന്ന് സോഫ്റ്റായി വരണം, അതുവരെ ഇളക്കി എടുത്താൽ മതി. ഇവിടെ ഞാൻ 3 മീഡിയം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ശകലം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പുഴുങ്ങി പൊടിച്ച ഉരുളക്കിഴങ്ങ് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ നല്ല ജീരകം വറുത്ത് പൊടിച്ചതാണ്. അതും കൂടി ഇതിലോട്ടിട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ മിക്സ് ചെയ്യുക. മുളക് പൊടിയുടെ പച്ചസ്മെല്ലൊക്കെ മാറുന്നൊരു ഇളക്കി മിക്സ് ചെയ്യുക. കുറച്ച് മല്ലിയിലയും ഉപ്പ് കുറവുണ്ടെങ്കിൽ ശകലം ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ചാറ്റ് മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 1/2 തൊട്ട് 1 ടീസ്പൂൺ വരെ ഓരോരുത്തരുടെ ഫ്ലേവർ അനുസരിച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി മിക്സ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് തീ ഫുൾ കുറച്ച് വെക്കുക. അവൽ നമ്മൾ കുതിരാനായിട്ട് വെച്ചല്ലോ, 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് അവലിൽ നല്ലതായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. കൈ കൊണ്ട് ഞെരിടുമ്പോഴത്തേക്ക് ചോറ് ഞെരടി എടുക്കാവുന്ന രീതിയിലായി കിട്ടും. അവൽ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തീ അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അവലിന് പകരം ബ്രെഡ് പൊടിച്ചിട്ട് വേണമെങ്കിലും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒഴിച്ച് വെച്ച മാവ് 15 മിനിറ്റ് ആയപ്പോഴത്തേക്കും സോഫ്റ്റായി വന്നിട്ടുണ്ട്. പൂരിക്ക് ഉരുളയാക്കി എടുക്കുന്ന മാതിരി ചെറിയ ഉരുളയാക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ പരത്തിയെടുക്കാം. ചപ്പാത്തിയുടെയൊക്കെ ആ വലിപ്പത്തിൽ പരത്തിയെടുക്കുക. ചപ്പാത്തിയുടെ ആ കനത്തി പരത്തിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ, അത് ഒരു ഉരുള എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ ഇതിനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഓരോ ലെയറായിട്ട് ഈ ഉരുളയുടെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. ഒരു ലെയറിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ച് ഇങ്ങനെ എല്ലാ ലെയറും ഇതുപോലെ വെച്ച് കൊടുക്കുക. ലാസ്റ്റിലത്തെ ലെയറും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വിരലിലോട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇളകി പോരാതിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രസമായി കാണാനായിട്ട്. ഇത് എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിവിടെ ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തീ മീഡിയത്തിലിട്ട് കൊടുത്ത് നമുക്കിതിനെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഈ ലെയർ ഇങ്ങനെ മുകളിൽ വെച്ചില്ലേ, ആ ഒരു ഭാഗമാകുമ്പോൾ തീ കുറച്ച് വെച്ച് നിങ്ങൾ നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്യണേ. അല്ലെ മാവ് മുകളിൽ കൂടിയിരുന്നിട്ട് മാവ് വേവാത്തത് പോലെ ഇരിക്കും. അപ്പോൾ അവിടെ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. കാണാൻ മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അതിൻ്റെ ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ പുറത്ത് ആ കവറിങ് നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഒരു പ്രാവശ്യത്തേക്ക് നിങ്ങളിത് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.